നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് ഹിന്ദു ന്യൂസ് പേപ്പറിലെ ആർട്ടിക്കിൾസ് ആണ്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിലെ ആർട്ടിക്കിളാണ് നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത്. ഇന്റേണൽ സെക്യൂരിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സെന്റർ ആസാം സൈൻ പീസ് പാക്ട് വിത്ത് ഉൾഫ ഫാക്ഷൻ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആസാമിന്റെ കുറച്ച് കാര്യങ്ങളും അതേപോലെ ഉൾഫ എന്നുള്ള ഈ ഒരു ഗ്രൂപ്പിങ്ങിനെ കുറിച്ചിട്ടുമാണ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഉൾഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം എന്നുള്ളതാണ് ഉൾഫയുടെ ബേസിക് ഒരു ഫുൾ ഫോം ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒന്ന് നമ്മൾ നോക്കേണ്ടത് ഈ ആസാമിനെ കുറിച്ചിട്ട് ജോഗ്രഫിക്കൽ പരമായിട്ട് എസ്പെഷ്യലി ഇതിന്റെ ബൗണ്ടറീസ് ഒക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുമ്പോഴേക്കും നമുക്ക് ജോഗ്രഫിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഫിലിംസ് നിന്ന് അതിന്റെ ബോർഡറിംഗ് സ്റ്റേറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള രീതിയിലൊക്കെയുള്ള ചെറിയ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഈ ഉൾഫ എന്ന് പറയുന്ന ആ ഒരു ഫാക്ഷനെ കുറിച്ചിട്ടും കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ നിലവിൽ ആ ഒരു ഫാക്ഷനുമായിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും അതേപോലെ ആസാം ഗവൺമെന്റും എല്ലാം ചേർന്നിട്ട് പീസ് പാക്ട് അതായത് സമാധാന എഗ്രിമെന്റ് സൈൻ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. സോ ആദ്യമേ തന്നെ എന്താണ് ഈ ഉൾഫ ഗ്രൂപ്പിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി 1979 ആസാം കേന്ദ്രീകരിച്ച് തുടങ്ങിയ ഒരു ഗ്രൂപ്പിംഗ് ആണ് റിസ്റ്റോറേഷൻ ഓഫ് ആസാം സോവറിറ്റി. ആസാമിന്റെ ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻസ് ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് ഏതർ ഫുൾ ഇൻഡിപെൻഡൻസ് ആകാം അല്ലെങ്കിൽ മച്ച് ഗ്രേറ്റർ ഓട്ടോണമി ആസാമിന് വേണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിട്ട് അവിടെ രൂപീകരിച്ച ഒരു ഓർഗനൈസേഷനാണ് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം എന്ന് പറയുന്നത്. പക്ഷേ അത് നമുക്കറിയാം, നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റും. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ്, ഒരുപാട് സ്റ്റേറ്റുകളിൽ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പിംഗ് ആണ്, ഒത്തൊരുമിച്ച് പോകേണ്ടതാണ്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിന് കംപ്ലീറ്റ് സോവറിറ്റി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. സോ അങ്ങനെ ഒരു പ്രശ്നം നിൽക്കുന്ന കാരണം ഗവൺമെന്റും അതായത് സെൻട്രൽ ഗവൺമെന്റുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെന്റും ഈ ഒരു ഫാക്ഷൻ തമ്മിൽ, ഈ ഒരു ഉൾഫ എന്ന് പറയുന്ന ഗ്രൂപ്പിംഗ് തമ്മിൽ നിരന്തരം ഈ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളും നമ്മളിവിടെ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. സോ ദ ഫൗണ്ടേഴ്സ് ഓഫ് ഉൾഫ ബിലീവ്ഡ് ആസാം ഹാഡ് ബീൻ നെഗ്ലക്റ്റഡ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ബൈ ദ ഇന്ത്യൻ ഗവൺമെന്റ് ആഫ്റ്റർ ദി ഇൻഡിപെൻഡൻസ് ഇൻ 1940. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആസാമിനെ ഈ പറഞ്ഞ പോലെ നമ്മൾ അവഗണിച്ചിട്ടിരിക്കുകയാണ് എന്ന രീതിയിലേക്കൊക്കെയായിരുന്നു ഈ ഉൾഫയുടെ ഫൗണ്ടേഴ്സ് ഒക്കെ തന്നെ ബിലീവ് ചെയ്തതും. അതിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു ആസാമിന് ഫുൾ ഇൻഡിപെൻഡൻസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ് ഈ ഉൾഫ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടിട്ട് തന്നെയാണ് 1990s ഇവർ ഒരുപാട് ബോംബിങ്സ്, എസ്പെഷ്യലി നമ്മുടെ മിലിറ്ററി ഓർഗനൈസേഷൻസ് ഒക്കെ നേരെ ഇവർ ഈ പറഞ്ഞ ഒരുപാട് ബോംബിങ്സുകൾ നടത്താറുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ ഇവർ ഈ ബോംബിങ്ങിലൂടെ ഒക്കെ തന്നെ ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവർ കൊല്ലപ്പെടുത്തിയിട്ടുണ്ട്. സോ അതിന്റെ പശ്ചാത്തലത്തിലാണ് 1990s സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഉൾഫ എന്ന് പറഞ്ഞ ഗ്രൂപ്പിങ്ങിനെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിരോധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഓർഗനൈസേഷനാണ് ഉൾഫ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. സോ അവരുമായിട്ട് ഇപ്പം നമ്മൾ ഫൈനൽ പീസ് ഡീലിലേക്ക് എത്തിയിരിക്കുകയാണ്, അതായത് സമാധാന ചർച്ചകൾ. ഇപ്പം ഇവര് നമ്മൾ 1990s ടെററിസ്റ്റ് ഗ്രൂപ്പുകളായിട്ട് പ്രഖ്യാപിച്ചെങ്കിൽ പോലും ആസാമിന്റെ ഒക്കെയാണെങ്കിലും പല ഭാഗങ്ങളിൽ ഇവർ ഈ പറഞ്ഞ പോലെ അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ഇവർക്ക് കിട്ടുകയും അവിടെ നിന്നുകൊണ്ട് പല ആക്ടിവിറ്റീസ് ഇവർ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടും ആസാമിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഡിസംബർ 29 നമ്മൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പീസ് അക്കോർഡ് ഉൾഫ ഫാക്ഷനുമായിട്ട് സെൻട്രൽ ഗവൺമെന്റും ആസാം സ്റ്റേറ്റ് ഗവൺമെന്റ് സൈൻ എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കാം. ഈ ഡീലിനകത്ത് പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് വിൽ ബി ഗിവൺ ഫോർ പ്രൊട്ടക്ടിങ് ഇൻഡിജനസ് കമ്മ്യൂണിറ്റീസ്. പ്രധാനമായിട്ടും ഇവര് ഈ പറഞ്ഞ പോലെ ഓരോ പ്രതിരോധ കാര്യങ്ങൾ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടുമല്ല. ആസാം നമുക്കറിയാം ഒരു ബോർഡറിംഗ് സ്റ്റേറ്റ്, നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ ഒരു സംസ്ഥാനമാണ്. നോർത്ത് ഈസ്റ്റിലെ മിക്ക സംസ്ഥാനങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ ബോർഡറിൽ നിന്നും ഈ പറഞ്ഞ പോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഇല്ലീഗലായിട്ട് അവിടെ ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ആസാമിനും ഇത്തരത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. ഇല്ലീഗലായിട്ടുള്ള ഒക്കുപ്പേഷൻ കൂടുതലായിട്ടും വരുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായാലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നായാലും, എസ്പെഷ്യലി ബംഗ്ലാദേശിൽ നിന്നൊക്കെയാണ് ഒരുപാട് ഇല്ലീഗൽ മൈഗ്രൻസ് അങ്ങോട്ടേക്ക് വരാറുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോഴേക്കും സ്വന്തം സ്ഥലം അവർക്ക് നഷ്ടപ്പെട്ടു പോവാണ്. ആസാമീസിന് സ്വന്തം സ്ഥലം നഷ്ടപ്പെട്ടു പോവാണ്. അതിനെയൊക്കെ മറികടക്കാനായിട്ടൊക്കെ വേണ്ടിയിട്ടാണ് അവിടുത്തെ ഇൻഡിജനസ് കമ്മ്യൂണിറ്റീസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് കൊടുക്കുമെന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പാക്കേജ്, ഇപ്പം ഈ പറഞ്ഞാൽ എന്താ പറയുക, പീസ് ഡീൽ ഒപ്പിട്ട ഈ ഉൾഫ ഫാക്ഷനിൽ പെടുന്ന ആളുകൾക്കൊക്കെ തന്നെ അവിടെ എന്തെങ്കിലും സാമ്പത്തികപരമായിട്ട് സഹായങ്ങൾ, അവർക്ക് അവിടെ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം, അവർക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് പാകത്തിൽ അവരെ ഫിനാൻഷ്യൽ പാക്കേജസ് കൊടുത്ത് സഹായിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ക്രൂട്ടണി ഓഫ് സിറ്റിസൺ, അതായത് സിറ്റിസൺഷിപ്പ് അവിടെ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് പുനഃസ്ഥാപിക്കും. ഇല്ലീഗൽ ആയിട്ടുള്ള മൈഗ്രൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാറ്റി അവിടെ കൃത്യമായിട്ടും സിറ്റിസൺ അവിടെ സ്വന്തമായിട്ടുള്ള അവിടെ ആൾക്കാർക്ക് അവിടെ സ്ഥലം കൊടുത്തിരിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഗ്രേറ്റർ ഓട്ടോണമി വിൽ ബി ഓൾസോ ഗിവൺ ഫോർ ആസാം. ആസാമിന് കൂടുതൽ ഓട്ടോണമി പവർ കൊടുത്തിരിക്കും. അത് സെക്യൂരിറ്റി പരമായിട്ടായാലും കൾച്ചറലായാലും എക്കണോമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഓട്ടോണമസ് പവർ കൊടുത്തിരിക്കുക എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. സോ എന്തായാലും ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ ഉൾഫ ഫാക്ഷൻ ഓർത്തിരിക്കുക, ഇവര് സോവർണിറ്റി, ആസാമിന്റെ സോവർണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് രൂപീകരിച്ച ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. 1990 ഗവൺമെന്റ് ഇതിനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ ബാൻ ചെയ്തൊരു ഓർഗനൈസേഷൻ ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളും ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഈ അടുത്തതായിട്ട് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഈ ആസാമിന്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. കാരണം നമ്മുടെ ഈ ഒരു നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ, ഈ നോർത്ത് ഈസ്റ്റിലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് കണക്ഷനുള്ള ഒരു സംസ്ഥാനമാണ് ആസാം. നോക്കിക്കഴിഞ്ഞാൽ മേഘാലയമായിട്ടും അല്ലെങ്കിൽ ത്രിപുര, ഈ പറഞ്ഞ പോലെ മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ഇങ്ങനെ നോർത്ത് ഈസ്റ്റിലെ മറ്റ് സംസ്ഥാനങ്ങൾ എല്ലാവരുമായിട്ട് കണക്ഷനുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ആസാം എന്നുള്ളൊരു പോയിന്റ് ഓർത്തില്ല. കോമൺ മീറ്റിംഗ് പോയിന്റ്സ് ആയിട്ട് വേണമെങ്കിൽ പറയാൻ സാധിക്കും.
ഇനി ആസാമിനെ സംബന്ധിച്ച് 2 വിദേശ രാജ്യങ്ങളുമായിട്ട് അവർ ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്ന് നോക്കുവാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഒരു പോയിന്റിലും ബംഗ്ലാദേശുമായിട്ട്, ഇവിടെ ബംഗ്ലാദേശാണ്, ബംഗ്ലാദേശുമായിട്ട് ഇവർ അതിർത്തി സൈൻ ചെയ്യുന്നുണ്ട്, അതിർത്തി പങ്കിടുന്നുണ്ട്. അതേപോലെ ഈ ഒരു പൊസിഷൻ നോക്കുവാണെങ്കിൽ ഭൂട്ടാൻ, ഓക്കെ, ഭൂട്ടാനുമായിട്ട് ഈ പറഞ്ഞ പോലെ അതിർത്തി പങ്കിടുന്നുണ്ട്. അങ്ങനെ 2 വിദേശ രാജ്യങ്ങളുമായിട്ടും മറ്റ് ഈ പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റിലെ മറ്റ് സംസ്ഥാനങ്ങൾ എല്ലാവരുമായിട്ട് ഈ പറഞ്ഞ പോലെ ആസാമിന് ഈ പറഞ്ഞ പോലെ ബൗണ്ടറി ഷെയർ ചെയ്യപ്പെടുന്നുണ്ടെന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ആസാമിന്റെ മെയിൻ പോയിന്റ് ആണ് ഗുവാഹട്ടി എന്നുള്ളൊരു പോയിന്റ് കൂടി ഓർത്ത് വെച്ച്. ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ആർട്ടിക്കിളാണ് ഇത്. എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂ വരുന്ന ഒരു ആർട്ടിക്കിളാണ്. തീർച്ചയായിട്ടും പ്രിലിംസിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഒഡീഷ സൂ ടു ഗെറ്റ് ആഫ്രിക്കൻ ലയൺ ചീറ്റ ഫ്രം ദുബായ് പാർക്ക്. അതായത് ഒരു റീലൊക്കേഷൻ ആണ്, ആനിമൽ റീലൊക്കേഷൻ ആണ് ബേസിക്കലി ഇവിടെ വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. ആഫ്രിക്കൻ ലയണിന്റെയും ചീറ്റാസിന്റെ ഒരു റീലൊക്കേഷൻ ബേസിക്കലി വരുന്നുണ്ട്. ഈ തവണ നമ്മൾ ഇതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ കുനോ പൽപൂർ നാഷണൽ പാർക്കിലേക്ക് ഈ പറഞ്ഞ പോലെ മധ്യപ്രദേശിലെയാണ്, അങ്ങോട്ടേക്ക് നമ്മൾ ചീറ്റാസിനെയൊക്കെ തന്നെ റീഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമീബിയയിൽ നിന്ന്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊക്കെ തന്നെ റീഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ നിലവിൽ ദുബായ് പാർക്കിൽ നിന്നുമാണ് ചീറ്റാസിനെയും അതേപോലെ ആഫ്രിക്കൻ ലയൺസിനെ നമ്മൾ റീലൊക്കേഷൻ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ ഒഡീഷയിലുള്ള, അതായത് ഭുവനേശ്വറിലുള്ള നന്ദൻകനൻ സുവോളജിക്കൽ പാർക്കിലേക്ക്, NZP എന്ന ഷോർട്ടിൽ പറയുന്ന നന്ദൻകനൻ സുവോളജിക്കൽ പാർക്കാണ്, അങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ നടക്കുക എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക. അതാണ് ഇതിനകത്ത് പ്ലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഓർക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ സുവോളജിക്കൽ പാർക്കിനെ കുറിച്ച് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. നന്ദൻകൻ സുവോളജിക്കൽ പാർക്ക് ഈസ് ഇൻ ഒഡീഷയിലാണ്. ഭുവനേശ്വറിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ മാത്രം അകലെയുള്ളതാണ്. ഒഡീഷയിലാണെന്നുള്ള ഒരു പോയിന്റ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കണം. 1960 ഇനാഗ്രേറ്റ് ചെയ്തൊരു സുവോളജിക്കൽ പാർക്ക് കൂടിയാണ്. ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് നന്ദൻകനൻ സുവോളജിക്കൽ പാർക്ക് ഈസ് എ ബ്രീഡിംഗ് സൈറ്റ് ഫോർ ഇന്ത്യൻ പാങ്കോളിൻസിനും അതേപോലെ വൈറ്റ് ടൈഗേഴ്സിന്റെ ഒക്കെ തന്നെ ഒരു ബ്രീഡിംഗ് സൈറ്റ് കൂടിയാണ് നമ്മുടെ ഈ നന്ദൻകനൻ സുവോളജിക്കൽ പാർക്ക് എന്നുള്ളൊരു കാര്യം ഓർക്കുക. ഇന്ത്യൻ പാങ്കോളിൻസിനും വൈറ്റ് ടൈഗേഴ്സിനും മാത്രമല്ല, ലെപ്പേർഡ്സ്, മൗസ് ഡിയർ, ലയൺസ്, റെയ്റ്റൽ, വൾച്ചേഴ്സ് എല്ലാത്തിനുണ്ട്. മെയിൻ ആയിട്ട് ഇന്ത്യൻ പാങ്കോളിൻസ് ആൻഡ് വൈറ്റ് ടൈഗർ. പിന്നെ മറ്റൊരു പ്രസക്തിയും കൂടി ഇതിനകത്തുണ്ട്. ഇറ്റ്സ് എ വേൾഡ്സ് ഫസ്റ്റ് ക്യാപ്റ്റീവ് ക്രൊക്കോഡൈൽ ബ്രീഡിംഗ് സെന്റർ. അപ്പം വേൾഡ്സ് ഫസ്റ്റ് ക്യാപ്റ്റീവ് ക്രൊക്കോഡൈൽ ബ്രീഡിംഗ് സെന്റർ ഏതന്നെയാണ് ഈ നന്ദൻകനൻ സുവോളജിക്കൽ പാർക്ക് ആണെന്നുള്ള കാര്യം ഓർക്കുക. വിച്ച് സക്സസ്ഫുള്ളി ബ്രീഡഡ് ഗറിയൽസ് ഇൻ ക്യാപ്റ്റിവിറ്റി ഇൻ 1980. ഗറിയൽസ് ഒരു വിഭാഗം വരുന്ന ക്രൊക്കോഡൈൽസ് ആണ്. അതിന് ഈ പറഞ്ഞ പോലെ ക്യാപ്റ്റീവ് ബ്രീഡിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു 1980 നന്ദൻകനൻ സുവോളജിക്കൽ പാർക്കിലും. അങ്ങനെയും പ്രസക്തി ആർജിക്കുന്ന ഒരു സുവോളജിക്കൽ പാർക്ക് കൂടിയാണ് നന്ദൻകനൻ സുവോളജിക്കൽ പാർക്ക് എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക. ഒഡീഷയിലാണെന്നുള്ളൊരു പോയിന്റ് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഈ പറഞ്ഞ പോലെ അടുത്തതായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു നന്ദൻകനൻ സുവോളജിക്കൽ പാർക്കിന്റെ ഡയഗ്രമാണ്, സ്ലൈഡ് ഒന്ന് മാറിപ്പോയതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നന്ദൻകനൻ വൈൽഡ് ലൈഫ് സാഞ്ചുറി ഇവിടെ ബേസിക്കലി ഉണ്ട്. അതുമായിട്ട് അസോസിയേറ്റഡ് ആണ് നന്ദൻകനൻ സുവോളജിക്കൽ പാർക്ക് ബേസിക്കലി ഉള്ളത്. അതിന്റെ തൊട്ടടുത്ത് ഒഡീഷയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് ഈ ഭിതർകനികയും അതേപോലെ ഗഹിർമാതയും എന്നുള്ളൊരു പോയിന്റും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ മെയിൻ ആയിട്ടും പഠിച്ചിരിക്കേണ്ടത്. ഇനി അടുത്തൊരു ആർട്ടിക്കിൾ ആയിരുന്നു എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ആർട്ടിക്കിളാണിത്. കോർ സെക്ടേഴ്സ് ഗ്രോത്ത് സ്കിഡ്സ് ടു 6 month ലോ ഇൻ നവംബർ എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ബേസിക്കലി വരുന്നത്. നമ്മൾ കോർ സെക്ടേഴ്സ് എന്തെന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. കോർ സെക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എക്കണോമിയിലെ കീ ഇൻഡസ്ട്രീസ് അഥവാ കീ സെക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എക്കണോമിയിലെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രീസിനെയൊക്കെ നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് കോർ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോർ സെക്ടേഴ്സ് ആയിട്ട് ഇന്ത്യയിൽ നിലവിൽ 8 ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് ആണുള്ളത്. 8 സെക്ടേഴ്സ് ആണ് ബേസിക്കലി ഇന്ത്യയിലെ കോർ സെക്ടേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നു. ഇതിന്റെ ഈ പറഞ്ഞ പോലെ ഓരോരോ വെയിറ്റേജ് ഒക്കെ നമുക്ക് പലപ്പോഴും പ്രിലിംസിന് ആവശ്യമായിട്ട് വന്നേക്കാം, ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യാനൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ കോർ സെക്ടേഴ്സിന്റെ പെർഫോമൻസ് നമുക്ക് പറഞ്ഞു നൽകുന്ന റിപ്പോർട്ടിന്റെ പേരാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അഥവാ IIP എന്ന് പറയും. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ആ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത് വന്നപ്പോഴേക്കുമാണ് ഈ കഴിഞ്ഞ മാർച്ച് 2023 നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ നവംബറിൽ വന്ന ഡേറ്റയാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോർ സെക്ടേഴ്സിന്റെ പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. സോ എന്തായാലും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് കോർ സെക്ടേഴ്സ്. കോർ സെക്ടേഴ്സ് എന്താ ഞാൻ പറഞ്ഞു, കീ സെക്ടേഴ്സ് ഓഫ് എൻ എക്കണോമിക്ക് വിളിക്കുന്ന പേരാണ് കോർ സെക്ടേഴ്സ്. 8 സെക്ടേഴ്സ് ആണ് നിലവിൽ നമുക്കുള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാൻ സാധിക്കും. 8 കോർ സെക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇത് ഓർഡർ അടിസ്ഥാനത്തിൽ ഡിക്രീസിംഗ് ഓർഡറിലാണ് പോയിരിക്കുന്നത്. ഹയസ്റ്റ് വെയിറ്റേജ് പോയിരിക്കുന്നത് റിഫൈനറി പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. റിഫൈനറീസിനാണ് കോർ സെക്ടേഴ്സിൽ ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ളത്, 28% എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇലക്ട്രിസിറ്റി ജനറേഷൻ സെക്കൻഡ് 19%, സ്റ്റീൽ പ്രൊഡക്ഷൻ 17%, കോള് 10%, ക്രൂഡ് ഓയിൽ 8%, നാച്ചുറൽ ഗ്യാസ് 6%, ഈ പറഞ്ഞ പോലെ സിമെന്റ് പ്രൊഡക്ഷന് 5%, ഫെർട്ടിലൈസർ പ്രൊഡക്ഷന് 2.63% ആണ്. അപ്പോൾ ഹയസ്റ്റ് വെയിറ്റേജ് പെട്രോളിയം റിഫൈനറി പ്രൊഡക്ഷനും അതേപോലെ ഫെർട്ടിലൈസർ പ്രൊഡക്ഷനാണ് ലീസ്റ്റ് വെയിറ്റേജും കൃത്യമായിട്ടും ഈ ഒരു കോർ സെക്ടേഴ്സിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ് ഓർത്തിരിക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഒരിക്കലും വെയിറ്റേജിന്റെ പെർസെന്റേജ് ആയിട്ട് ചോദിക്കാൻ സാധ്യത. ഒന്ന് ഈ പറഞ്ഞ ഈ 8 സെക്ടേഴ്സിനെ ഇൻക്രീസിംഗ് ഈ പറഞ്ഞ ഇൻക്രീസിംഗ് ഓർഡർ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, തന്നിരിക്കുന്ന 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ നിന്ന് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരികയാണെങ്കിൽ പെട്രോളിയം ആൻഡ് റിഫൈൻ അല്ലെങ്കിൽ ഹയസ്റ്റ് വെയിറ്റേജ് 50% മുകളിൽ ഒരു പർട്ടിക്കുലർ സെക്ടറിന് ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് വന്നേക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സെക്ടറായിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു സെക്ടറിനും 50% മുകളിൽ കിട്ടിയിട്ടില്ല. മാക്സിമം പെട്രോളിയം ആൻഡ് റിഫൈനറിക്കാണ് 28% മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളൊരു പോയിന്റും ഓർത്ത് വെച്ചേക്കുക. അങ്ങനെയൊക്കെ പല രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും UPSCക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കും. അതേപോലെ ലീസ്റ്റ് പറയുവാണെങ്കിൽ 2% എന്നുള്ള കാര്യം. അപ്പം ഹയസ്റ്റ് 28ഉം ലീസ്റ്റ് 2% എന്നുള്ളൊരു റഫ് ഫിഗർ നിങ്ങൾ മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ 8 സെക്ടേഴ്സിനെ
ഓർത്തിരിക്കണം. ഒന്നുകൂടെ പറയാം, പെട്രോളിയം, ദെൻ ഇലക്ട്രിസിറ്റി ജനറേഷൻ, സ്റ്റീൽ പ്രൊഡക്ഷൻ, കോൾ പ്രൊഡക്ഷൻ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, സിമെന്റ് ആൻഡ് ഫെർട്ടിലൈസർ. ഹയസ്റ്റ് പെർസെന്റേജ് പെട്രോളിയം റിഫൈനറി പ്രൊഡക്ഷനും ലീസ്റ്റ് പെർസെന്റേജ് ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത്രയും 8 സെക്ടേഴ്സിനെ ചേർത്തിട്ടാണ് കോർ അഥവാ കീ സെക്ടേഴ്സ് ഓഫ് ആൻ എക്കണോമി എന്ന് പറയുന്നത്. ഇതിന്റെ പെർഫോമൻസ് നമ്മളോട് പറഞ്ഞു നൽകുന്ന ഇൻഡെക്സ് അഥവാ റിപ്പോർട്ടിന്റെ പേരാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, IIP എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മന്ത്ലി പബ്ലിഷ് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ DNA നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിൾസ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്